തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിലെ മീഡിയ വൺ വാർത്തയോട് പ്രതികരിച്ച എംപിമാരും നേതാക്കളും മീഡിയ വൺ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്ന കേരളത്തിലെ സമാനമായ രീതിയിൽ ഇതിനു മുൻപും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഇത്തരം ക്രമക്കേടിലൂടെയാണെന്ന് എ റഹീം എംപി ആരോപിച്ചു. പുറത്തുവന്ന വിവരങ്ങളോട് സുരേഷ് ഗോപി ഒരു വാക്കിലൂടെയെങ്കിലും പ്രതികരിക്കണമെന്ന് സന്തോഷ് കുമാർ എംപിയും ആവശ്യപ്പെട്ടു. മീഡിയ വണ്ണിലെ വാർത്ത ഞാൻ ശ്രദ്ധിച്ചു. 2021 ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ 4,50,000-ത്തിലധികം വോട്ടുകൾ, ബോഗസ് വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിലുണ്ടെന്ന് കണ്ടുപിടിച്ചാണ്. ഞാനത് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു, നടപടിയെടുത്തില്ല. ഞാനപ്പോൾ കോടതിയിൽ പോയി, കോടതി ഇടപെട്ടിട്ട് അവസാനം 32,000 വോട്ട് മാറ്റി. ബാക്കി 4 ലക്ഷം വോട്ട് ഇപ്പോഴും ബോഗസ് വോട്ടാണ്. ഇത് അന്ന് കൊടുത്ത ആ പരാതികൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഓരോ നിയോജകമണ്ഡലം പരിശോധിച്ചാലും ബോഗസ് വോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഒട്ടേറെ മാനിപ്പുലേഷൻ, ഒട്ടേറെ ഉപജാപങ്ങളുടെ ഒരു റിസൾട്ടാണ് അദ്ദേഹത്തിനുണ്ടായത്. ഒന്ന് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു ഫെയിം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് അത് മാറ്റി നിർത്തിയാൽ BJPയുടെ പൊളിറ്റിക്കൽ വോട്ടും മാറ്റി നിർത്തിയാൽ, രണ്ടും മാറ്റി നിർത്തിയാൽ പിന്നെ ഒട്ടേറെ മാനിപ്പുലേഷൻ അവിടെ നടന്നിട്ടുണ്ട്. പുറത്തു കൊണ്ടുവന്ന വാർത്തകളെന്ന് പറയുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. ഒരു മാധ്യമം എന്നുള്ള നിലയിൽ മീഡിയ വൺ അതിൽ വഹിച്ച പങ്കിന് ഞാൻ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സുരേഷ് ഗോപിയെപ്പോലെ ഒരാൾക്ക് അല്പമെങ്കിലും ഈ കാര്യത്തിനകത്തൊക്കെ ഒരു ആത്മാഭിമാനവും മര്യാദയൊക്കെ ഉണ്ടെങ്കിൽ പരസ്യമായ ഒരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറാവേണ്ടതാണ്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ആളുകളെ ഇങ്ങനെ കണ്ടിൽ പൊടിയിടുകയല്ല. മീഡിയ വൺ വാർത്തയോടാണ് എംപിമാരുടെ പ്രതികരണം.